കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ BDS വിദ്യാർത്ഥിയായ തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് 2 അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി. ഡോക്ടർ MK റാം, ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവരാണ് കേസിലെ പ്രതികൾ. നിതിന്റെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. ഓൺലൈൻ ലോൺ ആപ്പുകളിൽ നിന്നുള്ള ഭീഷണിയും അധ്യാപകരിൽ നിന്നുള്ള പീഡനവുമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമികമായ നിഗമനം. ഏപ്രിൽ 10-ാം തീയതി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ വെച്ച് ഏകദേശം ഉച്ചയ്ക്ക് 1:30 കൂടിയിട്ടാണ് അവിടുത്തെ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെയും ഇടയിൽ ഒരു വിദ്യാർത്ഥിനി വീണ് കിടപ്പുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുന്നത്. ആയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കെ 3:30 മണിയാവുമ്പോഴേക്ക് വിദ്യാർത്ഥിയുടെ മരണം സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. ക്രൈം നമ്പർ 202/2026 ചക്രക്കൽ പോലീസ് സ്റ്റേഷനിൽ 194 BNSS ആയി അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർന്ന് പലവിധങ്ങളായിട്ടുള്ള ആരോപണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ ഈ കേസിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് ഫോം ചെയ്തു. 7 അംഗ അന്വേഷണ സംഘം, ജില്ലാ സൈബർ സെല്ലിന്റെ വിദഗ്ധ സംഘം ഉൾപ്പെടെയുള്ള ഒരു അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ കേസിന്റെ അന്വേഷണ മധ്യേ ഈ നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നുള്ള മൊഴി പോലീസിൽ ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം പലവിധങ്ങളായിട്ടുള്ള മൊബൈൽ ചാറ്റ് അല്ലെങ്കിൽ വോയിസ് കോൺവെർസേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയുണ്ടായി. ആയതുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ അതിലേക്ക് അബറ്റ്മെന്റ് സൂയിസൈഡ്, ആത്മഹത്യാ പ്രേരണ കുറ്റം പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് സെക്ഷൻ 3(1) ക്ലോസ് R മറ്റ് അനുബന്ധ വകുപ്പുകൾ ഉൾപ്പെടെ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് വകുപ്പിന്റെ സെക്ഷൻസും കൂടെ നിലവിൽ ഈ കേസിലേക്ക് പോലീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു FIR ഇന്ന് സൈബർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 12/26 ആയി സൈബർ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ഡിസംബർ-ജനുവരി മാസ സമയത്ത് ഒരു ലോൺ ആപ്പിലൂടെ പണം കടമെടുത്തിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ടുള്ള ഫോൺ കോളുകൾ ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ഫോൺ CDR അനാലിസിസിൽ നിന്നും പോലീസിന് മനസ്സിലാക്കാൻ പറ്റുകയുണ്ടായി. അതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ലോൺ എടുക്കുന്ന സമയത്ത് കോളേജിൽ തന്നെ മറ്റൊരു ടീച്ചറുടെ നമ്പർ ഈ ലോൺ കൊടുത്ത ഏജൻസിക്ക് ലഭിക്കുകയും ആ ടീച്ചറെയും ലോൺ ഡിഫോൾട്ട് ആവുന്ന സമയത്ത്, ഡ്യൂ ആവുന്ന സമയത്ത് ഈ ലോൺ ഏജൻസി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10-ാം തീയതിയും അത്തരത്തിൽ നിരന്തരമായിട്ടുള്ള കോൾസ് ഈ ടീച്ചറുടെ മൊബൈൽ ഫോണിലേക്ക് വന്നതായിട്ട് നമ്മുടെ സൈബർ അന്വേഷണത്തിലൂടെ നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ആയതിനെ തുടർന്നിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൂടെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. മറ്റു കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിന്റെ മധ്യേയാണ് വിലയിരുത്താൻ വേണ്ടി കഴിയും. നിലവിൽ പല തരത്തിലേക്കുള്ള ആരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രഥമ ദൃഷ്ട്യാ ഇതിലൊരു വോയിസ് കോൺവെർസേഷൻസ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിൽ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം നമ്മൾ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആയതിലേക്ക് കൂടുതലായി ആ ക്ലാസ്സിലുള്ള മറ്റ് വിദ്യാർത്ഥികൾ, മറ്റ് ഹോസ്റ്റലിൽ താമസിക്കുന്ന മറ്റ് റൂംമേറ്റ്സ്, ഹോസ്റ്റൽ മേറ്റ്സ് തുടങ്ങിയ ആൾക്കാരുടെയൊക്കെ വിശദമായിട്ടുള്ള മൊഴി നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആയത് രേഖപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്കതിൽ കൂടുതലായിട്ടുള്ള വ്യക്തത നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ നിലവിൽ ഇതിൽ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത് ഡോക്ടർ MK റാം, ഒപ്പം തന്നെ ഡോക്ടർ സംഗീത, ഇവരുടെ ഈ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ള എന്താണ് നടന്നിട്ടുള്ളത്? നിലവിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരുടെയും വിവരങ്ങൾ ചേർത്തുകൊണ്ടാണ് FIR-ൽ പ്രതിപട്ടികയിൽ പേരുകൾ ചേർത്തിട്ടുള്ളത്. ഇതിൽ മറ്റൊന്ന്, ഈ കുട്ടി BDS പഠിക്കുന്ന കുട്ടിയാണല്ലോ, ചാടിയത് മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിൽ നിന്നാണെന്ന്, അങ്ങനെ അതിലെന്തെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടോ? നിലവിൽ അതിന്റെ വിശദമായിട്ടുള്ള ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം ഒക്കെ പോലീസ് നടത്തിയിട്ടുണ്ട്. ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഫാൾ ഇഞ്ചുറീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കോസ് ഓഫ് ഡെത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഈ കോളേജിലെ വിവിധങ്ങളായിട്ടുള്ള CCTV ക്യാമറകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കൂടുതലായിട്ട് പരിശോധനയ്ക്ക് നമുക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ സൂയിസൈഡ് എന്നുള്ള കാര്യത്തിൽ നിലവിൽ പോലീസിന് സംശയമൊന്നും തന്നെയില്ല. പക്ഷേ അതിലേക്ക് നയിച്ച കാര്യങ്ങളിലേക്കാണ് കൂടുതൽ വ്യക്തത നമ്മൾ വരുത്തേണ്ടത്.
ഈ പറയുന്ന അധ്യാപകർക്കെതിരെ മറ്റെന്തെങ്കിലും പരാതികളുണ്ട്? കുട്ടികളും ഈ ഒരു ട്രോമയിലും കൂടെയാണ്. അപ്പോൾ അതും കൂടെ അവരുടെ ഒരു മാനസിക നില കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. നമ്മൾ മുഴുവൻ വിദ്യാർത്ഥികളെയും കോൺഫിഡൻസിൽ എടുത്തുകൊണ്ടായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. ഏതെങ്കിലും തരത്തിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടെങ്കിൽ അത് മൊഴി പറയാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കോൺഫിഡൻസും വിദ്യാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് മൊഴി രേഖപ്പെടുത്തും. ആയതിലേക്ക് ഏതെങ്കിലും രീതിയിലേക്കുള്ള എവിഡൻസ് ലഭിക്കുന്ന പക്ഷം അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളും പോലീസ് കടക്കും. ഈ പട്ടാമ്പി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഈ വിദ്യാർത്ഥിക്ക് കേസ് പരാതി അങ്ങനെ ഒരു പരാതി ചക്രകൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ നവംബർ ഡിസംബർ മാസത്തിൽ ലഭിച്ചൊരു പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ആ പരാതി പ്രഥമ ദൃഷ്ട്യാ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പോലീസ് കാണുന്നില്ല. പക്ഷെ ആ സംഭവത്തെ തുടർന്ന് ഉണ്ടായിരുന്ന പല ഇൻസിഡൻസും, ആ സംഭവം പ്രധാനമായിട്ടും ഇവിടെ ലഭിച്ചിരുന്ന പരാതി ഈ കുട്ടിക്കെതിരെയുള്ള പരാതിയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പരാതി പോലീസിൽ ലഭിച്ചിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷെ അന്വേഷണ മധ്യേ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി അത് ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പിൻകാലത്ത് ആ പരാതിക്കാരന് മനസ്സിലാവുകയാണ് ഇത് പെൺകുട്ടിയല്ല, ഇത് ആൺകുട്ടിയോടാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവുകയും, പക്ഷെ തുടർന്ന് അതിലൊരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പരാതിക്കാരൻ തയ്യാറാവാത്തത് കൊണ്ട് അതൊരു പെറ്റീഷൻ എന്ന രീതിയിലേക്ക് ഇവിടെ അന്വേഷിക്കുകയും അതിന്റെ രേഖകൾ ഈ പോലീസ് സ്റ്റേഷനിൽ ലഭ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് അന്ന് അത് ആരാണ്, അത് ആണാണോ പെണ്ണാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ വന്നത് കോളേജിന്റെ പ്രിമൈസസിലേക്ക് വന്ന് ആയതിനെ തുടർന്നൊക്കെ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പലതരത്തിലേക്കുള്ള അസ്വാരസ്യങ്ങൾക്കും കാരണമായിട്ടുണ്ടെന്നും ആയതുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് കോളേജിന്റെ രേഖകളിലേക്ക് എഴുതി കൊടുക്കുന്ന തരത്തിലേക്ക് രേഖകൾ ഉണ്ട് എന്നും പോലീസ് മനസ്സിലാക്കിയിട്ട് അത്തരത്തിൽ രേഖകൾ നമ്മൾ ഈ കേസിലേക്ക് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പോലീസ് ആ വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് പരിശോധിക്കും. ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കോളേജിന്റെ മറ്റ് പ്രിമൈസസുമായി ബന്ധപ്പെട്ടിട്ടോ റാഗിങ്ങിന്റെ അലിഗേഷൻസ് ഇപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. നേരിട്ട് അവരുമായിട്ട് സംസാരിച്ച് ഏതൊക്കെ രീതിയിലേക്കുള്ള അലിഗേഷൻസ് ആണോ, ഏതൊക്കെ രീതിയിലേക്കുള്ളതാണോ അവർക്ക് എവിഡൻസ് ആയിട്ട് ഈ കേസിലേക്ക് നൽകാനുള്ളത് ആയതും കൂടെ കളക്ട് ചെയ്തുകൊണ്ട് മേൽപ്പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നമ്മൾ നടത്തും. നിലവിൽ അത്തരത്തിലുള്ള പരാതികളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഒരു കാര്യമുണ്ട്, ഈ ഇന്നിപ്പോ നിതിൻ രാജിന്റെ ഒരു ഓഡിയോ പുറത്തു വന്നിട്ട് ഇങ്ങനെ കൂട്ടം ചേർന്ന് ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്ന ഒരു സ്ഥലമായി മാറി എന്നൊക്കെ പറയുന്നത്. അപ്പൊ മറ്റ് അധ്യാപകരുടെ പങ്കുകൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന് വരുന്നത് തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു വോയിസ് കോൺവെർസേഷൻ വന്നത് വളരെ സീരിയസ് ആയിട്ടാണ് പോലീസ് ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നത്. ആയതുമായി ബന്ധപ്പെട്ടിട്ട് അത് ഏത് കാലയളവിലുള്ള വോയിസ് ആണ് എന്നുള്ളതൊക്കെ ഒരു സൈബർ അനാലിസിസിലൂടെ മാത്രമേ ഏത് കാലയളവിലാണ് ആ വോയിസ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഈ വിഷയത്തിലേക്ക് വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പോലീസ് സീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോറൻസിക് എക്സാമിനേഷൻ വിധേയമാക്കുന്നത് വഴി മറ്റ് എവിഡൻസും കൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ കൂടി ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഇത് സംബന്ധിച്ച് സൈബർ പോലീസിൽ പ്രത്യേക പരാതി നിലവിലുണ്ട്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് കണ്ണൂർ ACP ഹരിപ്രസാദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നിതിനെടുത്ത ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ലോൺ ഏജന്റുമാർ നിതിന്റെ ഫോൺ കോൺടാക്റ്റിലുള്ള അധ്യാപകരെയും സഹപാഠിയെയും വിളിച്ച് നിരന്തരം ശല്യം ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് സൈബർ പോലീസിൽ പ്രത്യേക പരാതി നിലവിലുണ്ട്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് കണ്ണൂർ ACP ഹരിപ്രസാദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ലോൺ ആപ്പിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ പെർമിഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തോ പലപ്പോഴും നമ്മളുടെ മൊബൈൽ കോൺടാക്ട്സ് ഒക്കെ എല്ലാം തന്നെ ഈ ലോൺ ഏജൻസിക്ക് ലഭിക്കാറുണ്ട്. പല ലോൺ ആപ്പ് കേസുകൾ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺടാക്ട്സിലേക്ക് പലപ്പോഴും ഈ ലോൺ ആപ്പിന്റെ ആൾക്കാർ ഫോൺ ചെയ്ത് ഹറാസ് ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അത്തരത്തിലുള്ള കോൺവെർസേഷൻസ് ഇതിലൊരു അധ്യാപികയുടെ മൊബൈൽ ഫോണിലേക്ക് വന്ന മെസ്സേജ് പോലീസ് ഈ വിഷയത്തിലേക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജ് കണ്ടിന്യൂസ് ആയിട്ട് 10-ാം തീയതി ഒരുപാട് കോളുകൾ അധ്യാപികയ്ക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിനിയുടെ മൊബൈൽ ഫോണിലേക്കും അത്തരത്തിലുള്ള കോളുകൾ പല കാലങ്ങളായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആയത് ഉടനെ തിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടും കൂടെ ഈ വിദ്യാർത്ഥിയിൽ ഒരു മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളതാണ് ആ ചാറ്റുമായി ബന്ധപ്പെട്ടിട്ട് പ്രഥമ ദൃഷ്ട്യാ നമ്മൾ മനസ്സിലാക്കുന്നത്. ആയത് കൂടുതൽ അന്വേഷണത്തിൽ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ആ കേസുള്ളത്. ആ പരാതിയിലാണ് നിലവിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ്. അതായത് നമ്മൾക്ക് കൂടുതലായിട്ടുള്ള പരിശോധനയിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കോൺടാക്ട്സ് ഓൾറെഡി പലപ്പോഴും ലോൺ ആപ്പ് കേസുകളിൽ രണ്ട് തരത്തിൽ സംഭവിക്കും. ഒന്നുകിൽ നമ്മളുടെ കോൺടാക്ട്സ് അവരുടെ കയ്യിലേക്ക് നമ്മൾ തന്നെ വളണ്ടറിലി ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ആപ്പ് പെർമിഷൻസ് കൊടുക്കുന്ന സമയത്ത് ആക്സസ് ടു കോൺടാക്ട്സ് എന്ന രീതിയിലേക്ക് ഒരു പക്ഷേ കൊടുത്തു കാണും. പക്ഷെ ആയത് സൈബർ അനാലിസിസിലൂടെ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി കഴിയൂ. അല്ല, അത് മറ്റൊരു അധ്യാപികയുമായി ബന്ധപ്പെട്ടാണ് പരാതി.
നിലവിൽ ഈ അധ്യാപികയുടെ നമ്പർ ആയിരിക്കും ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതെ. അതെ. ആയതിലേക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് നിരന്തരം കോളുകൾ വന്നിരുന്നു. അവർ കോൾ വന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. അവരുടെ ഫോണിലേക്ക് ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായിട്ടുള്ള കോളുകൾ വരുന്നുവെന്നും ആ കോളുകൾ പൈസ അടയ്ക്കാത്ത പക്ഷം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കോൾ ചെയ്യും എന്നുള്ള ഒരു ത്രെട്ടണിങ് മെസ്സേജ് പോലെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കേസിന്റെ അന്വേഷണവും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് പോലീസ് കാണുന്നത്. ഈ രണ്ട് അന്വേഷണ മധ്യേ ഇതിന്റെ വളരെ കൃത്യമായിട്ടൊരു പിക്ചർ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ട് മറ്റ് ആൾക്കാരുടെ എല്ലാത്തിന്റെ മൊഴി പോലീസ് ഈ വിഷയത്തിൽ രേഖപ്പെടുത്തും. വളരെ ശക്തമായ നടപടികളുമായിട്ട് പോലീസ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും. ഈ കോളുകൾ വന്നത് മുഴുവൻ ഈ ദിവസമായിരുന്നു? അല്ല, അതിന് മുൻപുള്ള ദിവസങ്ങളിലും കോള് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നേ ദിവസവും ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കോള് വന്നതുകൊണ്ട് തന്നെ ഈ അധ്യാപിക പ്രിൻസിപ്പാളിന്റെ അടുത്ത് ഈ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ആ വിദ്യാർത്ഥി പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സംഭവത്തിന് ശേഷമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസിഡന്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിരുന്ന ഒരു ഇൻസിഡന്റ് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്രമാത്രം ഈ പറഞ്ഞിരിക്കുന്ന കോളിന്റെ ഒരു ത്രെട്ടണിങ് ആസ്പെക്ട് ഉണ്ട്, അതോടൊപ്പം ഈ മുൻകാലങ്ങളിൽ നടന്നിരുന്ന സംഭവങ്ങളെല്ലാം തന്നെ എത്രമാത്രം ഈ സംഭവത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ മധ്യം നമ്മൾ വ്യക്തത കൊണ്ടുവരേണ്ട കാര്യമാണ്. ഈ സമീപ ദിവസങ്ങളിൽ അങ്ങനെ വല്ല ഇൻസിഡൻസ്, റാഗിങ്, അധ്യാപകരുടെ ഭാഗത്തുനിന്നെന്തെങ്കിലും ഹറാസ്മെന്റ് അങ്ങനത്തെ ഉണ്ടായതായിട്ട് വല്ല പരാതി? നമ്മൾക്ക് പോലീസ് സ്റ്റേഷനിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലേക്കുള്ള പരാതികൾ നിലവിലില്ല. പക്ഷെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മൊഴി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തും. മറ്റ് ഹോസ്റ്റൽ മേറ്റ്സിന്റെ മൊഴി നമ്മൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തും. അവർക്ക് ആ കോൺഫിഡൻസ് നൽകിക്കൊണ്ട് തന്നെ നമ്മൾ മൊഴി രേഖപ്പെടുത്തും. അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലേക്കുള്ള എവിഡൻസ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള വ്യക്തത നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടെ ഈ കേസിന്റെ അന്വേഷണത്തിൽ നമ്മൾ കൂട്ടിച്ചേർക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെയും അതുപോലെ അധ്യാപകരുടെയും മൊഴികൾ നമ്മൾ രേഖപ്പെടുത്തും. അപ്പൊ നിലവിൽ ഈ കേസിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണം ACP കണ്ണൂർ ഹരിപ്രസാദിന് കൈമാറിയിട്ടുണ്ട്.